മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് വലിയ വിജയ പ്രതീക്ഷയിലുമാണ്. അതിനപ്പുറത്ത് KPCC അംഗം എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കാതെ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി നടപടിയെടുക്കാനും കൂടുതൽ മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ച് അത് നേരിടാൻ തീരുമാനിപ്പിച്ചുറപ്പിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണോ? അല്ല, സാധ്യതയുണ്ടാവും. എൻ്റെ പേരിൽ നടപടി വരാൻ സാധാരണ അങ്ങനെയാണല്ലോ. പക്ഷേ ഞാൻ കോൺഗ്രസ്സുകാരനായിട്ടാണ് ഞാൻ ഇവിടെ ജീവിച്ചിട്ടുള്ളത്. ഇത്രയും വർഷം, 53 വർഷം ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ ജീവിക്കും. അതിൻ്റെ സംശയമില്ല. പാർട്ടി എന്ത് നിലപാടെടുത്താലും, എനിക്കെതിരെ നടപടിയെടുത്താലും ജനം എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള വിശ്വാസമാണ്. പാർട്ടി പ്രവർത്തകന്മാർ എൻ്റെ കൂടെ നിൽക്കും. UDFൻ്റെ താഴെത്തിട്ടുള്ള മുഴുവൻ വോട്ടർമാരും പ്രവർത്തകന്മാരും എൻ്റെ കൂടെ നിൽക്കുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും. അതിനപ്പുറത്തേക്ക് മറ്റ് ചില മാതൃകകൾ കൂടി താങ്കളടക്കമുള്ള പ്രവർത്തകർ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. കെ സുധാകരൻ നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനായി നിരന്തരം പരിശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ പാർട്ടി തീരുമാനം വന്നപ്പോൾ ആ പാർട്ടി തീരുമാനത്തോട് വിധേയപ്പെട്ട് TK ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി സംസാരിക്കാനും മത്സരിക്കാനും തീരുമാനിച്ച് പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനായി കൊണ്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് താങ്കളടക്കമുള്ള പാർട്ടി പ്രവർത്തകർക്ക് ഒരു മാതൃകാപരമായ നടപടിയാണോ? അല്ല, സുധാകരൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യത്യസ്തമാണ്. അതും തളിപ്പറമ്പിലെ വിഷയമായിട്ട് കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. തളിപ്പറമ്പിൽ എന്താണെന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് വന്ന അത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ വേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടതും. അതൊക്കെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ആ നിലപാടെടുത്തതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതുപോലുള്ളൊരു സംഭവം അല്ലല്ലോ തളിപ്പറമ്പിൽ നടക്കുന്നത്. തളിപ്പറമ്പിൽ ഇന്നലെ രാത്രി മുതലേ എന്നെ നേതാക്കന്മാർ വിളിക്കുകയാണെങ്കിൽ എന്താണ് ഗോവിന്ദ മാഷക്കുള്ളൊരു പ്രത്യേകത? എനിക്കതാണ് ഒരു പ്രയാസം ഉണ്ടാക്കിയത്. എന്നെ പുലർച്ചെ ഉറങ്ങാൻ വരെ വിടാത്തൊരു സാഹചര്യം ഉണ്ടായി. എല്ലാവരും വിളിച്ചിട്ട് നിങ്ങൾ ഈ നോമിനേഷൻ കൊടുക്കരുത്. ഇന്നലെ വന്ന ഒരു ഗോവിന്ദ മാഷാണോ വലുത്? അല്ലെ 53 വർഷം ഒരു പാർട്ടി പ്രവർത്തനം നടത്തിയ ഞാനാണോ ഈ പാർട്ടിക്ക് വേണ്ടത് എന്നുള്ളത് പാർട്ടി ചിന്തിക്കേണ്ടതാണ്. പാർട്ടി പ്രവർത്തകർ അത് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ പാർട്ടി അത് ചിന്തിക്കണം. ഒരു സുപ്രഭാതത്തിൽ കടന്നു വരുന്ന അവർക്ക് വേണ്ടിയിട്ടാണോ പാർട്ടി നിലപാടെടുക്കേണ്ടത്? എത്രയോ വർഷമായി രാവും പകലും അധ്വാനിക്കുന്ന പാർട്ടി പ്രവർത്തകന്മാർക്ക് വേണ്ടിയാണോ പാർട്ടി നിലപാടെടുക്കേണ്ടത്? പാർട്ടി ആലോചിക്കണം. ഇതുപോലുള്ള തീരുമാനമൊന്നും വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ് ജനങ്ങളും പാർട്ടി പ്രവർത്തകന്മാരും ഞാനടക്കം. ആരെങ്കിലും ഒരാൾ ഇത് പറയണ്ടേ? ഇതുപോലുള്ള വിഷയങ്ങൾ ഇതുവരെ വന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നാൽ ആരെങ്കിലും ഒരാൾ പറയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പാർട്ടിയോട് വൈരാഗ്യമോ അല്ലെങ്കിൽ പാർട്ടിയോട് എതിർപ്പോ ഒന്നുമില്ല. ഞാൻ പാർട്ടിക്കാരൻ തന്നെയാണ്, കോൺഗ്രസ്സുകാരനാണ്. അന്നും ഇന്നും ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് ഞാൻ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ട KSUവിൻ്റെ ആളെന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കാലം മുതൽ ഞാൻ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന, ഞാൻ 18ാമത്തെ വയസ്സിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായ ഒരാളാണ്. 9 വർഷം തളിപ്പറമ്പ് ബ്ലോക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒരാളാണ്. തളിപ്പറമ്പിൽ തന്നെ 45-50 വർഷത്തോളം വർക്ക് ചെയ്ത ഒരാളാണ്. എല്ലാ ഗ്രാമങ്ങളും എനിക്കറിയാം, എല്ലാ മുക്കും മൂലയും എനിക്കറിയാം, എല്ലാ പ്രവർത്തകന്മാരെയും എനിക്കറിയാം, എല്ലാ നാട്ടുകാരെയും എനിക്കറിയാം. അവരോടൊപ്പം ഞാൻ എല്ലാ കാലത്തും നിന്നിട്ടുണ്ട്. അവരെന്നോടൊപ്പം നിൽക്കുന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അത് എനിക്കൊരു സീറ്റ് കിട്ടാനോ എനിക്കൊരു MLA ആകാനോ ഒന്നുള്ളതല്ല. പക്ഷേ ഈ നയത്തോട് എനിക്ക് ചോദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്.